ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് SD സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ലിസ് ഗ്രേസ് ആണ്. സിസ്റ്ററെ, എത്രത്തോളമാണ് എനിക്കറിയാം, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹേസ്ല സിസ്റ്ററിൻ്റെ വിയോഗ വാർത്ത എന്നുള്ളത്. സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. സിസ്റ്റർ ഹേസ്ലറ്റ് ഞങ്ങൾക്കൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവളായിരുന്നു. അതിനേക്കാൾ ഏറെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഒരു പ്രായത്തിൽ സിസ്റ്റർ ഹേസ്ലറ്റിനെ ഈശോയിലേക്ക് വിളിച്ചത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് സിസ്റ്റർ ഹേസ്ലറ്റിനെ ഓർക്കുന്നത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞങ്ങളുടെ സന്യാസ സമൂഹത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത്. കാരണം സിസ്റ്റർ ഹേസ്ലറ്റ് റിട്ടയർ ചെയ്തിട്ട് വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഏറെ സ്വപ്നങ്ങളുമായിട്ടാണ് സിസ്റ്റർ ഹേസ്ലറ്റ് റിട്ടയർ ചെയ്തത്. തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്റർ ഹേസ്ലറ്റ് വളരെ ലൈവ്ലി ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു, എൻത്യൂസിയാസ്റ്റിക് ആയിരുന്നു. എന്ത് കാര്യത്തിനും എവിടെയും എല്ലാം സ്വയം മുഴുവനായിട്ടും കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലായ്പ്പോഴും ചിരിക്കുന്ന മുഖമാണ് സിസ്റ്റർ ഹേസ്ലറ്റിൻ്റെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അധ്യാപന രംഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപന രംഗത്ത് വളരെ മിഴിവോടെ നല്ല തികഞ്ഞ ഒരു അധ്യാപികയായിരുന്നു സിസ്റ്റർ ഹേസ്ലറ്റ്. സ്കൂളിലാണെങ്കിലും കുട്ടികളോടാണെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്യാസ സമൂഹം അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹമാണ്. സിസ്റ്റർ ഹേസ്ലറ്റ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും നിലകൊള്ളും. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊള്ളുന്നൊരു സഹോദരിയായിരുന്നു. സന്യാസ സമൂഹത്തിൻ്റെ സിദ്ധി വളരെ ആഴത്തിൽ ജീവിക്കുന്ന, സന്യാസ സമൂഹത്തിൻ്റെ നല്ല പാരമ്പര്യങ്ങൾ ഏറ്റവും തീഷ്ണതയോടെ ജീവിക്കുന്ന നല്ലൊരു സഹോദരി ആയിരുന്നു ഞങ്ങൾക്ക് നഷ്ടമെന്ന് നമുക്ക് പറയാനാകില്ല തമ്പുരാൻ്റെ മുൻപിൽ. പക്ഷെ ഞങ്ങൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയൊരു നഷ്ടമാണ് സിസ്റ്റർ ഹേസ്ലറ്റിൻ്റെ വിയോഗം എന്ന് ഏറ്റുപറയുകയാണ്. അതോടൊപ്പം പൗലോസ്ലിഹായുടെ തീഷ്ണതയാണ്. ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പം വലിയൊരു സ്വപ്നത്തോടു കൂടിയാണ് സിസ്റ്റർ ഹേസ്ലറ്റ് റിട്ടയർ ചെയ്തത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകണം, മഡഗാസ്കറിൽ പോകണം, എല്ലായിടത്തും പോയി ഈശോയെക്കുറിച്ച് പറയണം. ഈ ദിവസങ്ങളിൽ തന്നെ ആൾ ആരംഭിച്ചു കഴിഞ്ഞു ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട്. കാണുന്നവരോടൊക്കെ വചനം പറയുക, പ്രഘോഷിക്കുക. അതുപോലെ ഏലിയ പ്രവാചകൻ്റെ തീഷ്ണതയായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈശോയുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നൊരു ഹൃദയമായിരുന്നു. എല്ലായ്പ്പോഴും തമ്പുരാൻ എവിടെയായിരുന്നാലും, ബസ്സിലായിരുന്നാലും, നടക്കുന്ന വഴിയാണെങ്കിലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈശോയെ ആരാധിക്കുന്ന ഒരു സിസ്റ്റർ ഹേസ്ലറ്റ്. എപ്പോഴും തമ്പുരാനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം, അത് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന ഒരു വലിയ തീഷ്ണത ആ മകളിലുണ്ടായിരുന്നു. അപ്പോൾ തമ്പുരാൻ ഈ ഒരു പ്രായത്തിൽ ഈശോ സിസ്റ്റർ ഹേസ്ലറ്റിനെ വിളിച്ചപ്പം തമ്പുരാന് അതിനേക്കാൾ വലിയ പദ്ധതി സിസ്റ്റർ ഹേസ്ലറ്റിനുണ്ടാകും. കാരണം ഈ നാളുകളിലെല്ലാം സിസ്റ്റർ ഹേസ്ലറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് നിത്യതയെക്കുറിച്ചായിരുന്നു. ഒത്തിരിയേറെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഇടവന്നു റിട്ടയർമെൻറ്റിന് ശേഷം. അപ്പോഴെല്ലാം ആൾ ധ്യാനത്തിലൊക്കെ കൂടി വന്നു കഴിയുമ്പം സ്വർഗത്തിൽ പോണ കാര്യവും നിത്യതയെക്കുറിച്ചും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് എല്ലാവരോടും സിസ്റ്റർ ഹേസ്ലറ്റ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കളത്തിപ്പടിക്ക് ധ്യാനം കഴിഞ്ഞിട്ട് സിസ്റ്റർ ഹേസ്ലറ്റ് ഇറങ്ങുമ്പം ഞാൻ ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ കിട്ടിയില്ലായിരുന്നു. കാരണം ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി നമ്മുടെ സന്യാസ സമൂഹത്തിൻ്റെ സെൻറ്റിനറി ആയിട്ട് ചരിത്രം എഴുതുന്നതിൽ സിസ്റ്റർ ഹേസ്ലറ്റിന് സാധിക്കുന്ന ചില കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റർ ഹേസ്ലറ്റിനെ ഞാൻ ഫോണിലൂടെ സമീപിച്ചു. അപ്പോൾ സിസ്റ്റർ ഹേസ്ലറ്റ് പറഞ്ഞു, അയ്യോ ജനറലേറ്റിലെ കാര്യങ്ങൾ എഴുതാൻ എനിക്ക് അത്ര അറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് സിസ്റ്റർ ഹേസ്ലറ്റിനെ നയിക്കും എന്ന് പറഞ്ഞപ്പോഴെനിക്ക് മറുപടി തന്നു, അപ്പോൾ സിസ്റ്റർ ലിസ് ഗ്രേസേ, ഞാൻ ഈശോയും ഞാനും പരിശുദ്ധാത്മാവും കൂടി സിസ്റ്റർ ലിസ് ഗ്രേസ് പറയുന്നത് എഴുതും എന്ന് ആൾ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, 1-ാം തീയതി രാവിലെ ഞാൻ ജനറലേറ്റിലെത്തും എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ സിസ്റ്റർ ഹേസ്ലറ്റിനെ ജനറലേറ്റിൽ കാത്തിരിക്കുന്ന ദിനമായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ ഈ വാർത്ത. ഇന്നലെ രാവിലെ ഞങ്ങൾക്ക് അപകടമാണെന്ന് അറിഞ്ഞു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തി. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്കും സിസ്റ്റർ ഹേസ്ലറ്റ് മരിച്ചിരുന്നു. അപ്പോൾ ഏറെ തമ്പുരാനോട് പരിഭവമില്ല. കാരണം കർത്താവ് എനിക്ക് തോന്നുന്നു ഈ 56 വയസ്സിനകം സിസ്റ്റർ ഹേസ്ലറ്റ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് തോന്നുകയാണ്. എന്തുകൊണ്ട് കർത്താവ് ഈ മകളെ STയുടെ ഈ പൂന്തോട്ടത്തിൽ നിന്ന് എറുത്തെടുത്തു എന്ന് ഇന്നലെ തുടങ്ങി എൻ്റെ ഉള്ളിൽ ചോദ്യം വന്നിരുന്നു. ഈശോയുടെ സന്നിധിയിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞു, ദൈവമേ, നിനക്ക് സ്വർഗത്തിലാണ് ആ മകളെ കൊണ്ട് ആവശ്യമെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഹിതത്തിന് സന്യാസ സമൂഹത്തെ മുഴുവൻ ഞാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. നമുക്കതിന് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടെ സമർപ്പിക്കാമെന്നുള്ളത്. അപ്പോൾ സന്യാസ സമൂഹത്തിന് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് ഈ 56 വർഷം തെരഞ്ഞെടുത്ത് ഉയർത്തിയ
ഏറെ സ്നേഹത്തോടെ ഉയർത്തിയ ഒരു മകളായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റ്. ഞങ്ങൾക്കെല്ലാവർക്കും സന്യാസ സമൂഹത്തോട് മുഴുവൻ ചോദിച്ചാലും 100 നാവുണ്ട് സിസ്റ്റർ ഹേസ്ലെറ്റിനെ കുറിച്ച് പറയാൻ. തിരുസഭയുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് കോതമംഗലം രൂപതയിൽ ഒത്തിരിയേറെ സംഘടനകളുടെ നേതൃത്വം വഹിക്കാൻ, കുട്ടികളെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രചോദിപ്പിക്കാൻ ഒക്കെ സിസ്റ്റർ ഹേസ്ലെറ്റിന് സാധിച്ചിട്ടുണ്ട്.